കണ്ട നമ്പൂരി ചക്കന്മാരോട് കൊഴഞ്ഞു പറയാൻ എനക്കൊരു മടിയില്ല. ഞാൻ ആരോടും കൊഴഞ്ഞു പറഞ്ഞൊന്നുമില്ല. എന്താണ്ടാ ഇവിടെ മനുഷ്യന്മാരെ നിസ്കരിക്കാൻ സമ്മതിക്കൂലേ? ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? ചെറിയമ്പൂരി ഞമ്മളെ കാണാൻ വന്നാണ്. അന്തിക്കും മോന്തിക്കൊക്കെ കാണാൻ പറ്റില്ല. അതിന്റെ മുമ്പിട്ട് ഞമ്മളെ അടക്കാ കച്ചവടക്കാരനല്ലേ എന്ന്, അല്ലാണ്ട് ഡാക്കറ്റൊന്നുമല്ലല്ല. കാണാൻ പറ്റുന്ന സമയം ബോർഡ് എഴുതി തൂക്കാൻ. അതവിടെ നിൽക്കട്ടെ. സൂറ എന്റെ ആരാ? ഞമ്മളെന്റെ മാമ. സൂര എന്റെ മോള് എന്തേ? അതല്ലാണ്ട് ആരും അല്ലെന്നാ നമുക്കറിയേണ്ടത്. അല്ലാണ്ടാര്? ഓളെ നമുക്ക് കെട്ടിച്ചേരാന്ന് മാമ പറഞ്ഞിട്ടുണ്ടാ? അത് ശരിയാണ്. അതും പറഞ്ഞ് മാമ കുറെ കായ് വാങ്ങിയിട്ടുണ്ടാ? ഞാൻ പോട്ടെ. ഇന്നലെ അവിടെ നിൽക്കുന്നേ എന്റെ മോൻ യൂസഫിന്റെ ചികിത്സക്കായിട്ട് ഓനോട് നമ്മൾ കുറച്ച് കാശ് കടം മേടിച്ചിട്ട്, എന്നിട്ട് ഓളെ നിക്കാതെ കഴിച്ചാലെന്ന് അതിന് ഓള് സമ്മതിക്കണ്ടെന്ന്. അത് ഓളെ സമ്മതം എന്തിനാണെന്ന്? പിന്നെ എന്റെ നിൽക്കാൻ എന്റെ സമയം നോക്കണ്ടേ? അനക്കെന്താ സമ്മതമില്ലാത്ത? എന്റെ മമ്മൂട്ടി നീ ഒന്നിപ്പോ പോ. ഇതറിഞ്ഞിട്ടേ നമ്മൾ പോണുള്ളൂ. അനക്കെന്താ സമ്മതമില്ലാത്ത? ഉണ്ട കണ്ണു നോട്ടം. എനിക്ക് ഇന്ന പേടിയാ. അറുത്ത് വെച്ച ആടിന്റെ തല നിങ്ങളെ കാണുമ്പോ ഓർമ്മ വരിക. അനക്ക് നമ്മളെ പേടിയാണല്ലേ? പേടിയൊക്കെ നമ്മളെ മാറ്റി തരാം. ഈ നെല്ല് മുയ്യാനും കോഴികളെ നീ കാണണ്ട. ഒരെണ്ണത്തിനെ വിളിച്ചാ കാണൂല. കൊരയ്ക്ക് മുട്ട തിന്നു പിടിക്കും. പക്ഷെങ്കിൽ ഒരു ഉരുളിക്ക് നന്ദിണ്ടാ. ഈ വേലക്കാരെന്ന് പറയുന്ന ചെയ്താമാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ തന്നെ പകുതിക്ക് സമാധാനം കിട്ടും. അല്ലാ എടി അവനെ നിങ്ങളുടെ ചിരിക്കാണ്. എഴുന്നേറ്റ് പോയ കോയിലെന്നാട്ടെ. ഈ ഉമ്മയ്ക്ക് എന്താ ഒരു ചാക്ക് നെല്ല് മുഴുവനും കോഴി തിന്നോന്നില്ലല്ലോ. അത് ശരി, നീ ഞമ്മളെ പഠിപ്പിക്കാൻ വരികയാണ്. ദേ പടച്ചോനിരക്കാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, നടു നോക്കി ഒരു ഒറ്റ ചമട്ട് വെച്ചരും. കൊണ്ടൊരു കോയിൽ. കണക്കെഴുത്ത് കിഷൻ നായരെ. എന്തോ ഇന്നലെ പറഞ്ഞ കണക്ക് പുടി കിട്ടിയാ നായരെ? പുടി കിട്ടിയാ? ഏതാണ്ട് ഒരു രൂപരേഖ തെളിഞ്ഞു വരുന്നുണ്ട്. അല്ലാതെ ഈ പൊണ്ടാര കോഴികൾ പിന്നെയും വന്നല്ലേ. കതീശ, കതീശുമ്മ. ഓ, ഈ കോഴികളെ കൊണ്ട് ഞമ്മള് തോറ്റു. ഒന്ന് പോകോയി. കേട്ടാ നായരെ, നമ്മുടെ കെട്ടിയവളുടെ തൊണ്ടേന്റെ അകത്തുള്ള ഏതോ ഞരമ്പ് പൊട്ടിയ സവിണ്ടാ കേട്ടത്. വിളിച്ചാ? വിളിച്ച്. നിന്റെ തൊള്ളേന്റെ അകത്ത് റേഡിയോന്റെ സമിണ്ടെന്ന് കുറയ്ക്കണമല്ലോ. അപ്പുറത്ത് നടക്കണമല്ലേ നിങ്ങൾ അറിയുന്നുണ്ടാ? ഒരു 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിൽ കോഴികൾ വന്ന് നെല്ല് മുയ്യോനെ തിന്നണ്. ഒരു പെണ്ണുള്ളതാണെങ്കിൽ എപ്പോ നോക്കിയാലും കിത്താവ് നിറഞ്ഞു വെച്ച കിടപ്പാണ്. ഒച്ചയെടുത്ത് എന്റെ തൊണ്ട പൊട്ടാറായി. അതാണ് ഞമ്മള് പറഞ്ഞത് നിന്റെ സമിണ്ടെന്ന് കുറയ്ക്കാൻ. ഇവിടെ നായർക്കിരുന്ന് കണക്ക് ചെയ്തേ. അതിന് എന്റെ ഒച്ചയെന്ന് നായർക്കിടെ കണക്ക് വെച്ചിട്ട് മായച്ചു കളയവാ. എന്താ നായരെ? എനിക്കൊരു കുഴപ്പമില്ല. കേടക്കണം. അനുവാസം കൂടി കിട്ടിയ ഇവിടെ ഒരു വെടിക്കെട്ട് നടത്താൻ കൂടി അവള് മടിക്കില്ല. എന്താടി ദാവരന് വേറൊരു വെടിക്കെട്ട് ചതിച്ച കല്യാണ കേസ് പറയാൻ വേണ്ട വരവാണ്. ദേ ഞമ്മൾ എപ്പുറത്തോടൊന്നും വിളിച്ചാക്കല്ലേ കേട്ടാ. എന്താ നായരെ പോനോട് പറയാ? ബാബാ, എന്താണ് മൂപ്പ? കാലം കുറെയായി നമ്മൾ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാല്ല. മൂപ്പൻ ഇന്ന് ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം. അതിന് നിന്റെ കൂടെ ജീവിക്കാൻ സുഹറായിക്ക് സമ്മതമില്ലെന്നാണല്ലോ സൈതാലിക്ക പറയണത്. ഓക്കറ സമ്മതം വേണ്ടി വരുമെന്നാ? നമ്മളെ ഇന്ന് പണം വാങ്ങുമ്പോ ഓർക്കണായിരുന്നല്ല. സൈതാലിക്കാന്റെ കയ്യിൽ ഇപ്പൊ പണമില്ലാന്ന് എനിക്കറിയില്ലേ? അതല്ലേ പറഞ്ഞ കെട്ടിച്ചു തരാൻ. പണം നമ്മൾ ചോദിച്ചില്ലല്ല. മൂപ്പൻ പള്ളി കമ്മിറ്റിയുടെ ആളല്ലേ. മൂപ്പൻ പറഞ്ഞ ഓള് സമ്മതിക്കും. ശരി, മൂപ്പൻ മറക്കോ? ഇല്ലടാ മമ്മൂട്ടി. പിന്നെ ഇപ്പൊ വേറൊരു മുസീബത്തും കൂടെ വന്നിട്ടുണ്ട്. അതെന്താണ്? ഓൾക്കിപ്പോ ചെറിയ പോലെയായിട്ടൊരു ലോഹ്യം. അന്തിമൂന്തി ഇല്ലാണ്ട് ഓനവിടെ കയറി ഇറങ്ങി നടക്കണത്. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏതായാലും നമ്മ സൂറാനെ കണ്ട് ഒന്ന് ഉപദേശിക്കാം. ചെല്ല്. നീ ബേജാറാകാണ്ടിരിക്കും മമ്മൂട്ടി. നമ്മളേറ്റ്. അത് മതി. സുഹറയാണോ?
അകത്തേക്ക് വന്നോളൂ കുട്ടിയെ. നിന്നെ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് കാണില്ലല്ലോ. കാലം മാറിയില്ലേ, പ്രായവും ഇല്ലേ. ഇക്കക്കയുടെ അടുത്ത് എപ്പോഴും ഒരാൾ വേണ്ടേ, അതുകൊണ്ടാ. പാവം കുട്ടി, അവന് പെണ്ണുണ്ട്. ഇടയ്ക്ക് ഒരു കുറവുണ്ടാവും, ഇടയ്ക്ക് ഇവിടുത്തെ പോലെ തന്നെ അല്ലേ? ആരാമ്മ ഇവിടെ? ആ ഇതെന്താ മാപ്പിള പെണ്ണുങ്ങള് നമ്പൂരിയിലത്ത്? നമ്പൂരിമാര് മാപ്പിളക്കുടിന്ന് മാറാണ്ടിരുന്ന എന്ത് ചെയ്യും? സുഹറയുടെ ചെറുപ്പത്തിലെ തന്റെ ഇടം പ്രസരിപ്പും ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. കാന്താരിമുളക് വലുതാൻ തോറും എരിവ് കൂടുന്നല്ലേ? ആ അമ്മ മരുന്ന് കഴിച്ചോ? ഇല്ല, സാവിത്രി വന്നിട്ട് കഴിക്കാം. സാവിത്രി എവിടെ? കണ്ടില്ലല്ലോ. കുളിക്കാൻ പോയിരിക്ക. സുഹറ വേണ്ടട്ടോ. മന്ത്രിച്ചിട്ട് കാര്യമൊന്നുമില്ല. പരീക്ഷ 2 കഴിഞ്ഞല്ല. നീ എന്താ ഇതൊരു അയ്യപ്പന്റെ പണം മുടക്കി കൊടുക്കാത്തത്? അതിന് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? കാശിന് കാശ് തന്നെ വേണ്ടേ? നിന്നെ വിശ്വസിച്ച് ഭാര്യന്റെ കെട്ടുകാലം വരെ വിറ്റിട്ട് നിൽക്കുന്നവനാണ് ഈ മനുഷ്യൻ. നീ പറഞ്ഞ ബിസൈന്റെ കാര്യം കേട്ടപ്പോ ഉണ്ടായിരുന്ന ഒരു നല്ല ജോലി കൂടി വേണ്ടെന്ന് വെച്ച്. നാളെ വൈകുന്നേരത്തിനകം അയ്യപ്പന്റെ പണം മുഴുവൻ കൊടുത്തു തീർക്കണം. ഇല്ലെങ്കിൽ ചോദിക്കാൻ വരുന്നത് നമ്മളായിരിക്കും. ഞാൻ പോകണ്ടോ? താൻ പേടിച്ചോ, നാളെ വൈകിട്ട് താൻ ഇങ്ങോട്ട് പോരും. സിദ്ധിക്കുന്നു എന്റെ കാശ് എത്തിക്കും. ഇതേ മൂപ്പിനോട് കളിച്ചാൽ കളി പഠിക്കുന്നവരെ അറിയാം. തന്റെ മുതലാളില്ലേ ആ മൂപ്പൻ, അയാളോട് പറഞ്ഞേക്ക് ഒരു ആന സ്വന്തമായിട്ടെന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ പറ്റില്ലെന്ന്. എന്താണെന്നോ? അയാളുടെ ആന അമ്പലത്തിന്റെ മണ്ണിടിച്ച് തകർത്തിരിക്കുന്നു. അതാണോ? തനിക്ക് നിസ്സാരം, എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ കണക്ക് പറയേണ്ടതാ. എന്തായാലും മൂപ്പൻ ആനയോട് പറഞ്ഞു ജയിക്കുന്നില്ലല്ലോ. താനല്ലെങ്കിലും അയാളുടെ സൈഡല്ലേ. വെറുതെ അല്ല തന്നെ ജനാഭിക്ഷണായിരുന്നു വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു മോശം എനിക്ക് തോന്നുന്നില്ല. മേനുണ്ടെന്നൊരു ഒരു പേര്, അത് ഞാൻ പറയണോ? അമ്പലം വിഴുങ്ങിന്നല്ലേ? എന്നാലും താൻ അബദ്ധം പറയണ്ട കേട്ടോ. മേച്ചപ്പാടെ ഈ തുള്ളലൊക്കെ വേലും പൂരം തുടങ്ങിയിട്ട് പോരെ. മര്യാദക്ക് അയാളുടെ മധുര പണിതാൻ പറഞ്ഞു, അതാ നല്ലത്. ആ മറക്കണ്ട. മറക്കില്ല. എവയ്ക്കോ വിത്തോ ചിലപ്പോ. മകരപണി 1000 രൂപ കള്ളക്കണക്ക് എഴുതാൻ ചാൻസ് ആയി. അതിക്ക് നമ്മളൊരു സാധനം കൊണ്ടുവന്നുണ്ട്. എന്താ? ഗൗരി കിട്ടൂല, ഫോണിന്ന് കൊണ്ടുവന്നതാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് കേട്ടിട്ടില്ല? ജന്നാത്തുൽ ഫിർദൗസ് ഒന്നാം തരം അത്ര. പിന്നെ തലേ തേക്കാനുള്ളതാ. ഈ ഒരു കാര്യം ദൗത്ത് കൊണ്ടുവച്ചിട്ട് എവിടെ വേണമെങ്കിലും എന്തായാലും കൊണ്ടുപോയില്ലേ? എനിക്ക് കപ്പ വേണാ? ആ വേണം, അതുകൊണ്ടാ അതെ ഒരു കപ്പ. ഈ മൊയിലാരി വാങ്ങിച്ചോണ്ട കപ്പ പോടാ. സുറ, ഞാൻ എന്നെ കുറിച്ച് എല്ലാം അങ്ങനെ ചിന്തിക്കുന്നു. എനിക്ക് മമ്മൂട്ടിയുടെ ശല്യം വല്ലാണ്ട് ഇടവേറായിട്ടുണ്ടല്ലേ. തണ്ടും തടി ഉണ്ടായിട്ട് എന്ത് കാര്യം? ബുദ്ധി വേണ്ടേ? ഇന്ന നോക്കി, വയസ്സല്ല കാര്യം, ഹക്കല് വേണം, ബുദ്ധി, കൽബിലും മുഹബത്തും. എന്തിനാ മമ്മൂട്ടിക്കാനെ പറ്റി ഇപ്പൊ പറയണത്? പറയണ്ടാന്നോ? ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയും, ഏത് കോടതിയിലും പറയും. ഇനി സുപ്രീം കോടതി അല്ല, അതിനും വല്ല മുനിസിപ്പൽ കോടതിയിൽ വരെ ഞാൻ സാക്ഷി പറയും. സാക്ഷി പറയുന്നത് ഏറ്റവും വലിയ കുറ്റം. You know, it's a great crime. They deserve capital punishment at any cost. Yes, അല്ല കൊട അമ്മേ, സലീമയ്ക്ക് ആമനെ വന്നേക്കണോ?
നാളെയാണോ അവിടെ സാവിത്രി? ഡ്യൂട്ടിയോറിലെ പോയിരിക്കുക. അമ്മയോ? അകത്തുണ്ട്. ആ. നമുക്ക് താഴെപ്പുറം പോവാം സാവിത്രി. എന്തേ? ആ മാവ് മുറിച്ചു വിറ്റു അമ്മ.